ഇവിടെയും കുറേയധികം ജീവനുകളുണ്ട്. എന്നാൽ വേണ്ടപ്പെട്ട അധികാരികൾ ആ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അവർക്ക് സ്വന്തമായി പാലമോ പോകാൻ വഴികളോ ഇല്ല. മുട്ടാനുള്ള വാതിലുകൾ എല്ലാം അവർ മുട്ടിക്കഴിഞ്ഞു. എന്നാൽ യാതൊരു പ്രതിഫലവുമില്ല. നമ്മളുള്ളത് കോട്ടയം നാട്ടകം 16 ചിറയിലാണ്. അവിടുത്തെ നിവാസികൾക്കും ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ദുരിതങ്ങൾ പറയാനായിട്ടുണ്ട്. അവരോട് തന്നെ ചോദിക്കാം നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ടീച്ചറെ, പാലത്തിന്റെ എന്താണ് പ്രശ്നങ്ങൾ? പാലത്തിൻ്റെ അവസ്ഥയും ശോചനീയം തന്നെ. പാലത്തെ കൂടെ ഒരു വിധത്തിൽ എല്ലാവരും വരുന്നതാണ്, പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം കൊണ്ടുവരുന്നതൊക്കെ ആ പാലത്തെ കൂടെ തന്നെയാണ്. ബസ് ഓടി ചാടി കയറി പോണതല്ല, അത് എപ്പോഴാണ് വെള്ളത്തിൽ പോകണമെന്ന് ആർക്കും അറിയത്തില്ല. കുറച്ച് ആൾക്കാർക്ക് നീന്തറിയാം, കുറച്ച് പേർക്ക് നീന്തറിയത്തില്ല. വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴും ഒന്നാമത്തെ കാര്യം, ബോട്ട് വരുമ്പോൾ ആ പാലം പൊക്കി താത്ത് എടുക്കുന്ന ഇതാണ്. അതിൻ്റെ ആ തെങ്ങിൻ്റെ കുറ്റിയിലാണ് അതിൻ്റെ കാല് വെച്ചിരിക്കുന്നത്. അതിലൊരു കാലിൻ്റെ അല്ലേ, ഒരു തെങ്ങിൻ്റെ ഒരു കാലിലോളം ഇച്ചിരി ദ്രവിച്ച പോലല്ലേ ഇരിക്കുന്നത്. പക്ഷെ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ ഉള്ളവർ പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ടും അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷെ കുഴപ്പമില്ലായിരിക്കും, ആരെങ്കിലും വെള്ളത്തിലോട്ട് വീഴുമ്പോഴേ ഉള്ളൂ കുഴപ്പമുണ്ടാകത്തുള്ളൂ. പാലോ ആയിട്ട് സഞ്ചാരയോഗ്യമായ ഒരു അതെ അതെ അതെ, ഞങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഈ ജോലിക്ക് വരുന്നത് എല്ലാവരും അതെ. അപ്പം അക്കരെ നിന്നുള്ളവർ ഇക്കരെ പോകുന്നു. ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, വെള്ളം എടുക്കണേ അക്കരല്ല പൈപ്പ്. ഇവിടുന്ന് ഈ വെള്ളം വന്നില്ലെങ്കിൽ അവിടെ വെള്ളം വരുന്ന ബസ് കയറാൻ എല്ലാം അതുവഴി വേണം പോകാനായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബോട്ട് വരുമ്പോൾ ആ പാലം അതുപോലെ പൊക്കുകയും താക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ വേണ്ട പാലത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തു വെക്കണം. അത് ആരുടെ അശ്രദ്ധക്കുറവ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പോയ കാര്യങ്ങൾ മറ്റുള്ള ഇതുപോലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ചെയ്താൽ ഇവിടെയുള്ള ജനങ്ങൾക്കും ഇതുപോലുള്ള സാധ്യത എന്തായാലും ഉള്ളത് ഉണ്ട്. അതിപ്പം വെള്ളം കുറവുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. വെള്ളത്തിൽ നീന്താൻ അറിയാൻ മേലാത്തവർക്ക് ഇച്ചിരി വെള്ളം മതി, താഴെ പോയി. അത് തന്നെ ആ തകരം പൊങ്ങി നിൽക്കുക. ആ പാലം പൊക്കുന്നതിൻ്റെ ആ തകരം പൊങ്ങി നിൽക്കുക. ആ ബോട്ട് വരുമ്പോഴത്തേക്ക് അവർ പൊക്കി പിന്നെ താക്കുമ്പോൾ കരിങ്കല്ലെടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കാലില്ല ശരിക്കും പറഞ്ഞാൽ. കുട്ടികളൊക്കെ അതുവഴി പോകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇഷ്ടംപോലെ കുട്ടികൾ, എനിക്ക് അംഗൻവാടി വരുന്നത് അക്കരെയൊന്നും വരുന്നില്ല, ഈ ഇതുവഴിയുള്ളവരാണ്. ഞാനെന്താ പറഞ്ഞത്, ഈ വഴി മോശമാണ്, ഇതുപോലുള്ള പാലങ്ങൾ മാറ്റുക എന്നുള്ളത് മാത്രം. അക്കരയിലോട്ട് ഇവിടെയുള്ള പിള്ളേരെല്ലാം സ്കൂളിൽ പോകുന്നതല്ല അങ്ങനെയല്ല. അത് ബസ് വരുമ്പോൾ ഇതുങ്ങൾ ഓടിയാ പോണത്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ പ്രായമായ ഒരാളെ കൊണ്ട് ഇതുവഴി ഇപ്പം വണ്ടിയില്ല, അക്കരയിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകണമെങ്കിൽ അവരാ പാലത്തെ കൂടെ കയറ്റി വേണ്ടേ പോകാൻ. രാത്രി പകലൊന്നുമില്ലല്ലോ അസുഖം വരുന്നതിന്. അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലത്തിൻ്റെതും വെള്ളത്തിൻ്റെതും എല്ലാം കൊണ്ടും ഇവിടെ ഒരു പുരോഗമനം ആവശ്യമാണ്. പാലത്തെ കൂടെ കയറിയാണ് ഞങ്ങൾ അക്കരെ എന്നിട്ടാണ് കോട്ടയത്തേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷെ പാലം ഇപ്പോൾ 4 കാല പാലത്ത് തെങ്ങിൻ കുറ്റിയായിട്ടാണ്. പക്ഷെ അത് ഒരെണ്ണമില്ല, ബാക്കി 2 ഒടിയാറായ അവസ്ഥയിലിരിക്കുക. ആ പാലത്തിൻ്റെ തകിട് കയറി ഇങ്ങേ അറ്റം വരെ കയറി. ഞങ്ങളത് ആ ബോട്ട് പോകുമ്പോഴത്തേക്ക് ആ പാലം പൊക്കിയിട്ടാണ് ബോട്ട് കടന്നു പോകുന്നത്. അത് കഴിഞ്ഞത് കാത്തിട്ടും. പക്ഷേ ആ പാലം നമ്മൾ യാത്രക്കാർ കയറി നടന്ന് അക്കരെ പോകുമ്പോൾ ആ തകിട് ഇടിക്കുകയാണ്. അതിൻ്റെ മേളിൽ സിമെൻറ്റ് ചാക്കോ അല്ലെങ്കിൽ മണ്ണോ നിറച്ചാണ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അക്കരയിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ പാലം ഇരിക്കുന്നത്. അപകട സാധ്യത അവരോടെല്ലാം അറിയിച്ചിട്ടുണ്ട്. അത് ഒരു പ്രാവശ്യം വന്ന് തെങ്ങിൻ്റെ കുറ്റി മാറ്റിയിട്ട് ഇപ്പം തെങ്ങിൻ്റെ ഒരു ആയുഷ്കാലം മുഴുവൻ കിടക്കണമെന്നില്ല. അപ്പോൾ ആ ഒരു തെങ്ങ് കുറ്റി ഒടിഞ്ഞു പോയിട്ട് ഒരു വർഷത്തോളമായി. ഒരു കാല് ഒടിഞ്ഞു പോയിട്ട് ഇപ്പം 3 കാലല്ല ആ പാലം നിൽക്കുന്നത്. ഇപ്പം വേണേലും കാരണം വെച്ചാൽ നമ്മൾ ജനങ്ങൾ പാസ് ചെയ്ത് പോകുന്നൊരു പാലമാണ്. കൂടുതലും നമ്മൾ ഈ വഴി ഉപയോഗിക്കുന്നതിനെക്കാളും കൂടുതലും ബസ് കയറാനായിട്ട് നമ്മൾ ആ പാലത്തെ ആശ്രയിച്ചാണ് എല്ലാ കാര്യങ്ങളും. കടയിൽ പോകണമെങ്കിലും വെള്ളം എടുക്കാൻ പോകണമെങ്കിലും പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും എല്ലാ പാലം ആശ്രയിച്ചാണ്. പക്ഷെ ആ പാലം ഇപ്പം വളരെ ശോചനീയ അവസ്ഥയിലാണ്. നമുക്ക് വേറെ അക്കരെ കിടക്കാൻ നമുക്ക് മാർഗ്ഗമില്ല. ബസ് കയറാൻ പോകണമെങ്കിൽ ഈ ആറ്റിൻ്റെ ആറിനപ്പുറത്താണ് ബസ് നിർത്തുന്നത്. അപ്പോൾ അത് പാലത്തെ കൂടെ കയറി മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യങ്ങളാണ്. നമ്മൾ പാലത്തെ കയറുമ്പോൾ ഒരു കാല് ഒടിഞ്ഞു പോയിട്ട് പാലത്തെ മുട്ടിട്ട് പോലില്ല. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും പാലം താഴെ പോകുന്നുള്ള പേടിയിലാണ് നമ്മൾ കയറി പോകുന്നത്. കാരണം പാലം പകുതി പോയിട്ട് അത് 2 കല്ല് വെച്ചിട്ടാണ് ഇത് പൊക്കുന്ന പാലം. ബോട്ട് വരുമ്പോഴത്തേക്കിനും ഇപ്പം പൊങ്ങിപ്പോയെങ്കിൽ 2 കല്ല് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അത് ഒന്നുകൂടെ പൊങ്ങിപ്പോരും. അപ്പോൾ പേടിക്കും. പാലം കടന്ന് നടുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ എന്നാ എടുക്കും. മെമ്പറിനോട് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞ പാലം പൊക്കണ്ടെന്നാ. പൊക്കാതിരിക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, പാലം പോവുകയല്ലോ. അപ്പം മെമ്പർ പറഞ്ഞ് പാലം പൊക്കണ്ടെന്ന്. ഉത്തരവാദിത്തം ഇല്ല. ബോട്ട് വരുമ്പം പാലം പൊക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ പൊക്കുമ്പോ പാലം പോവല്ലേ. അപ്പം പാലം പൊക്കണ്ടെന്നാണ് മെമ്പർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ കുഞ്ഞുങ്ങളായിട്ട് പേടിച്ചിട്ട് ആ പാലത്തെ കൂടെ നടന്നു പോകുന്നത്. ഒരു പ്രായമായ മനുഷ്യർ പിടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ആടും. അവര് വിറച്ചാണ് പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് നീന്തൽ അറിയാൻ മേല. നമ്മളെ പാലം പോയി കഴിഞ്ഞാൽ വിടവിൽ കൂടെ കുഞ്ഞുങ്ങൾ ആറ്റി പോകത്തേ ഉള്ളൂ. ആഴമുള്ള ആറല്ലേ. കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നെ എടുക്കും. ഒരു അപകടം വന്നു കഴിയുമ്പോഴെങ്കിലും ഇവരൊന്ന് തിരിഞ്ഞു നോക്കുമെന്നാണ് നമ്മൾ നോക്കുന്നത്.
ഇനിയൊരു ജീവൻ നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ അധികാരികൾ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഈ കാഴ്ചകളും എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ എത്തട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടീം ജാഗ്രത.